ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും സവോളയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 മീഡിയം സൈസ് സവോളയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ ഒരു 4 അല്ലിയോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 2.5 ഗ്ലാസ് വെള്ളമാണ്. ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മളൊരു 3 വിസിലും കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നാൽ വല്ലാണ്ട് ഒന്ന് ഉടഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഉരുളക്കിഴങ്ങൊന്ന് വെന്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു ചെറിയ സൈസ് കറുവപ്പട്ടയും ഒരു 3 ഏലക്ക ചതച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത ഇഞ്ചിയും ഒരു 4 അല്ലിയോളം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് 2 നേരം കഴിക്കാൻ പാകത്തിനുള്ള അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവോളയും കൂടെ എടുക്കുക. കാരണം നമ്മൾ ഇതിൽ മറ്റൊന്നും ചേർക്കുന്നില്ല, സവോളയും ഉരുളക്കിഴങ്ങും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവോളയ്ക്ക് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകിൽ ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മീറ്റ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 സ്പൂണോളം മതി, കാരണം നമ്മൾ ആദ്യം തന്നെ കറുവപ്പട്ടയും ഏലക്കയൊക്കെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഈ സവോളയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. സവോളയിലൊക്കെ നന്നായിട്ട് അത് പിടിച്ച് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊട്ടറ്റോ വേവിച്ചിട്ടുള്ള ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതിൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. പച്ചവെള്ളം അല്ലാണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ പൊട്ടറ്റോ വേവിച്ച വെള്ളമോ അല്ലെങ്കിൽ അതില്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം പൊട്ടറ്റോ ചേർക്കുന്നതിന് മുമ്പായിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഉടഞ്ഞു പോവാതെ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് തവി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം മൂടി വെച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു 1/4 സ്പൂണ് ഉപ്പിൻ്റെ കുറവും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1/4 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒരു 2 സെക്കൻഡും കൂടി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 2 സെക്കൻഡും കൂടെ ഒന്ന് മൂടി വെക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളൊരു 2 സെക്കൻഡും കൂടി ഒന്ന് മൂടി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി. എന്നാൽ അത്യാവശ്യം ചാറോട് കൂടി തന്നെ നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം രാവിലെ നിങ്ങൾ കറി ആക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്